സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു എലിപ്സ് ഷേപ്പ് എങ്ങനെ വരയ്ക്കാമെന്ന്, അതുപോലെ ഓവൽ ഷേപ്പിലുള്ള ഷേപ്സ് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്നാണ്. സോ ഇതിൽ നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് സെന്റർ പോയിന്റ് ആണ്, രണ്ടാമതായി മേജർ ആക്സിസിന്റെ ലെങ്ത് ആണ്, അതുപോലെ മൈനർ ആക്സിസിന്റെ ലെങ്ത് ആണ്. സോ ഈ മൂന്ന് പോയിന്റ് ആണ് നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച പോലെ കളറും തിക്നെസ്സും ഒക്കെയാണ്. സോ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ വരുന്നു. സോ നമ്മൾ നമ്പർ 4 ഡ്രോ എലിപ്സ് എന്ന് കൊടുക്കാം. എലിപ്സ് താഴെ വരാം. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് cv.ellipse എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഇമേജ് ആണ്. നമ്മളിവിടെ ഇമേജ് കൊടുക്കുന്നു. സോ രണ്ടാമതായി കൊടുക്കേണ്ടത് നമുക്ക് സെന്റർ ആണ്. സോ സെന്റർ നമ്മൾ കൊടുക്കുന്നത് നമുക്കൊരു 400 300 കൊടുക്കാം. സോ എക്സ് എന്ന് പറയുന്നത് 400, അതുപോലെ വൈ എന്ന് പറയുന്നത് 300 കൊടുക്കാം. അതിനുശേഷം കോമ കൊടുക്കാം. കോമ കൊടുത്ത ശേഷം നമുക്ക് ആക്സിസ് ആണ്. ആക്സിസ് നമ്മൾ കൊടുക്കേണ്ടത് ആദ്യം മേജർ ആക്സിസ് ആൻഡ് ലെങ്ത് ആണ്. സോ നമ്മളത് 100 കൊടുക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനർ ആക്സിസ് ആണ്. സോ അത് നമ്മൾ 50 കൊടുക്കുന്നു. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മേജർ ആക്സിസും മൈനർ ആക്സിസും സെയിം ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ അത് രണ്ടും വ്യത്യസ്തമായി കൊടുത്താലേ നമുക്കൊരു ഓവൽ ഷേപ്പ് ലഭിക്കുകയുള്ളൂ. സോ കോമ കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ആംഗിൾ നമുക്ക് നമ്മുടെ എലിപ്സിന്റെ ആംഗിൾ ആണ്. സോ നമുക്കത് തൽക്കാലം ഇപ്പോൾ 0 കൊടുക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ആംഗിൾ നമുക്ക് 0 കൊടുക്കാം. അതുപോലെ എൻഡ് ആംഗിൾ നമുക്ക് 360 കൊടുക്കാം. സോ എൻഡ് ആംഗിൾ 360 കൊടുത്താൽ മാത്രമേ സ്റ്റാർട്ട് ആംഗിൾ 0യും എൻഡ് ആംഗിൾ 360 കൊടുത്താൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ഒരു എലിപ്സ് ലഭിക്കുകയുള്ളൂ. സോ അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമുക്ക് കളറാണ്. സോ കളർ നമുക്ക് തൽക്കാലം വൈറ്റ് കൊടുക്കാം. സോ നമ്മളുടെ 255 അതിനുശേഷം തിക്നെസ് ആണ്. തിക്നെസ് നമുക്ക് 5 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ഓവൽ ഷേപ്പിലുള്ള ഈ ഒരു എലിപ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ കാരണം നമുക്ക് ഇത് കുറച്ചുകൂടി സെന്ററിലോട്ട് കൊണ്ടുവരാം. സോ നമുക്ക് ഇവിടെ സെന്റർ നോക്കാം. ഇത് ഏകദേശം 360 240 കൊടുക്കാം. 360 240. എക്സ് നമുക്ക് 360, അതുപോലെ വൈ നമുക്ക് 240. സോ അതുപോലെ നമുക്ക് മേജർ ആക്സിസ് നമുക്ക് 200 കൊടുക്കാം. മൈനർ ആക്സിസ് നമുക്ക് 100 കൊടുക്കാം. 100 സേവ് ചെയ്യാം. സേവ് ചെയ്തതിനു ശേഷം നമുക്ക് റൺ ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സെന്ററിലായിട്ട് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്കൊരു ഓവൽ ഷേപ്പ് ഇതുപോലെ എലിപ്സ് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഇത് നോക്കുന്നത് ഇതിന്റെ ആംഗിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് 0 ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ലഭിക്കുന്നത്. സോ നമ്മൾ ഇതിന്റെ ആംഗിൾ ഇപ്പോൾ നമ്മളൊരു 45 കൊടുക്കാം. 45 കൊടുത്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു രീതിയിൽ 45 ആംഗിളിൽ ഇതുപോലെ ചെരിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. സോ അതുപോലെ നമുക്ക് അടുത്ത രണ്ട് പാരാമീറ്റേഴ്സ് സ്റ്റാർട്ട് ആംഗിൾ അതുപോലെ എൻഡ് ആംഗിൾ. സോ നമുക്കത് വീണ്ടും 0 തന്നെ കൊടുക്കാം. സ്റ്റാർട്ട് ആംഗിൾ ഞാനിവിടെ ഒരു 20 കൊടുക്കുന്നു. 20 കൊടുത്തു കഴിഞ്ഞ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ വ്യത്യാസം മനസ്സിലാവും. സോ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ്, ഇതാണ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുപോലെ 0 ഇങ്ങനെ വന്നതിന് ശേഷം 180 ഡിഗ്രി അത് ഇങ്ങനെ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് 360 വേണം. സോ അതുകൊണ്ടാണ് 20 കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്കതൊരു 90 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. സോ നമ്മളിവിടെ 90 കൊടുക്കാം. 90 കൊടുത്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കിയാൽ കാണാം 90 ഡിഗ്രി ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് നിന്ന് 90യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുപോലെ കംപ്ലീറ്റ് 360 വരുന്നു. സോ നമുക്കിനി എൻഡ് ആംഗിൾ 360ക്ക് പകരമായി നമുക്ക് 280 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളത് 280 കൊടുക്കുന്നു. 280 കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് 280 വരെ ലഭിക്കുന്നതായിരിക്കും. സോ 270 കൊടുത്തു കഴിഞ്ഞാൽ 180 പ്ലസ് 90 270 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഇതിന്റെ ഈ ഒരു എലിപ്സിന്റെ ഹാഫ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊരു 270 കൊടുത്ത് നോക്കാം. 270 കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ കണ്ട സ്റ്റാർട്ട് ആംഗിളും അതുപോലെ ഈ എൻഡ് ആംഗിളും എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് സർക്കിൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ സ്റ്റാർട്ട് ആംഗിൾ 0 അതുപോലെ എൻഡ് ആംഗിൾ 360യും കൊടുക്കണം. എൻഡ് ആംഗിൾ 360. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് എലിപ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.